അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 104-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും ഈ ആയത്തിൻ്റെ തഫ്സീറുമൊക്കെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇന്ന് ഈ ആയത്തിൻ്റെ 3-ാമത്തെ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഈ ആയത്തിലുള്ള ചില പാഠങ്ങളാണ്, നമുക്ക് ഉൾക്കൊള്ളാനുള്ള ചില ആശയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഒന്നാമതായി എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ആശയം അബ്ദുറഹ്മാൻ അൻ നാസർ സഅദി റഹിമഹുള്ളയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അവർ പറയുകയാണ്, ഒരു കാര്യം ഹറാമിലേക്ക് നയിക്കുന്നതാണ് എങ്കിൽ ആ കാര്യം ജായിസായതാണെങ്കിലും അത് നിഷിദ്ധമായി തീരുമെന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് എന്നാണ്. അതായത് ജായിസായ അനുവദനീയമായ ഒരു കാര്യം, ആ കാര്യം മുഖേന ഒരാൾ ഹറാമിലേക്കാണ് എത്തിപ്പെടുക എങ്കിൽ ജായിസായ ആ കാര്യം അത് വിരോധിക്കപ്പെട്ടതാകുമെന്ന് പണ്ഡിതന്മാർ ഒരു ഖായിദയായി, ഒരു നിയമമായി പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ ആയത്തിൽ ഞങ്ങളെ ഒന്ന് കേൾക്കണേ, നോക്കണേ എന്ന അർത്ഥത്തിൽ റാഇന എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ നല്ല ഉദ്ദേശത്തിലും ആശയത്തിലുമുള്ള ആ ഒരു പദം അത് പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നതുകൊണ്ട് അനുവദനീയമായ ഒരു കാര്യത്തെ, ജായിസായ ഒരു കാര്യത്തെ വിരോധിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. പകരം ഉൻളുർന എന്ന് പറയാൻ സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഉണർത്തുകയാണ്, ഈ ആയത്തിലൂടെ സത്യവിശ്വാസികൾക്ക് നല്ല അദബ് പഠിപ്പിക്കുന്നുണ്ട്, നല്ല മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ അത് നല്ലത് മാത്രം ഉൾക്കൊള്ളുന്നതും മ്ലേച്ഛമായത് ഉൾക്കൊള്ളാത്തതുമായിരിക്കണമെന്ന വളരെ ഉത്തമമായ ഒരു പാഠം ഈ ആയത്ത് സത്യവിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. മോശമായ ദ്വയാർത്ഥങ്ങളുള്ള വാക്കുകൾ അത് ഉപയോഗിക്കാതിരിക്കണമെന്ന, മോശമായ വാക്കുകൾ ഉപേക്ഷിക്കണമെന്ന മഹത്തായ പാഠം ഈ ആയത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുമ്പോൾ സംശയമുണ്ടാക്കുന്ന പദങ്ങളോ ഗുണമില്ലാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതോ ആയ പദങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരുന്നത്. അതാണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന, വിശ്വസിച്ചവരെ നിങ്ങൾ റാഇന എന്ന് പറയരുത്, വഖൂലു ഉൻദുർന വസ്മഉ, നിങ്ങൾ ഉൻദുർന എന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുവിൻ. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, റാഇന എന്ന പദത്തിന് പകരം ഉൻദുർന എന്ന പദം ഉപയോഗിക്കാൻ പറഞ്ഞ ശേഷം, അതായത് അവരോട് നന്മ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പദം ഉപയോഗിക്കാൻ കൽപ്പിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വസ്മഉ എന്നാണ്, നിങ്ങൾ കേൾക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ, എന്തിനെയാണ് കേൾക്കേണ്ടത്? ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നതെല്ലാം കേൾക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നതെല്ലാം കേൾക്കണമെന്ന പൊതുവായ ഒരു ആശയം അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതും അതുപോലെ തന്നെ ഹദീസുകൾ കേൾക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയ്ക്ക് വിധേയമാകുന്നതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട മര്യാദയും അനുസരണവും ഈ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി പറയാൻ കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഹൂദികളായ ആളുകൾ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യവിശ്വാസികളായ ആളുകൾ
ഈ പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ഒന്നും ഒരു ലാഞ്ചന പോലും ഇല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ട രൂപത്തിൽ, മഹത്വപ്പെടുത്തേണ്ട രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാക്കിലും പെരുമാറ്റത്തിലുമൊക്കെ എന്തുമാത്രം മര്യാദയോടെ വർത്തിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ തജ്അലു ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾക്കിടയിൽ വെച്ച് റസൂലിനെ വിളിക്കുന്നത് നിങ്ങളിൽ ചിലരെ വിളിക്കുന്നത് പ്രകാരമാക്കരുത് എന്നാണ്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ പാടില്ല എന്നാണ്. അതായത് സാധാരണയായി ജനങ്ങൾ പരസ്പരം പേര് വിളിച്ച് സംബോധന ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പേര് വിളിച്ചുകൊണ്ട് വിളിക്കുവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത യഹൂദികളെ പോലെയുള്ള ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ അബൽ ഖാസിം, യാ മുഹമ്മദ് എന്നൊക്കെയാണ് വിളിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ സ്വഹാബികളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ സംബോധന ചെയ്തിരുന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യാ നബി അല്ലാഹ്, യാ നബി അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടാണ്, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടാണ്. അത്രമാത്രം ആദരപൂർവമാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, സൂറത്തു ഹുജറാത്തിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ ഉയർത്തരുത് എന്നാണ്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടുകയും ചെയ്യരുത് എന്ന്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും പറയുമ്പോൾ ജനങ്ങൾ തമ്മിൽ സംസാരിക്കാറുള്ള അത്ര ഉച്ചത്തിൽ സംസാരിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് കൽപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യവിശ്വാസികൾ നൽകുന്ന സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നേതാവാണ് എന്ന നിലക്ക് മാത്രം പരിഗണിച്ച പോരാ സഹോദരങ്ങളെ. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായിക്കൊണ്ട് മാർഗദർശകനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ഒരു പ്രവാചകനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു നേതാവിനോട് അവരുടെ അനുയായികൾ കാണിക്കുന്ന മര്യാദ പോലെ, അതുപോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ അനുയായികൾ പെരുമാറേണ്ടത്. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തോടുള്ള ആദരവ് അത് ഈമാനിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അദ്ദേഹത്തോട് കാണിക്കുന്ന അനാദരവ് അത് കുഫ്റിൽ നിന്നും നിഫാഖിൽ നിന്നും ഉടലെടുക്കുന്നതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബോധന ചെയ്യുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സമ്മേളിക്കുന്നതിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിലും ഒക്കെ പ്രത്യേകം അച്ചടക്ക മര്യാദകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹു പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികൾ കാണിക്കേണ്ട മര്യാദയായിക്കൊണ്ട്, ആദരവായിക്കൊണ്ട്, ഏറ്റവും പ്രകടമായ ഒരു ബഹുമാനമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ് സൂറത്തുൽ ബഖറയിലെ ഈ 104-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തഖൂലു റാഇന, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന് പറയരുത്. വഖൂലു ഉൻദുർനാ വസ്മഉ, നിങ്ങൾ ഉൻദുർന എന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുവിൻ. വലിൽ കാഫിരീന അദാബുൻ അലീം, അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ് എന്ന്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 104-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.